ഇസ്രായേൽ ഹമാസ് സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പലപ്പോഴും നിഷ്പക്ഷ മധ്യസ്ഥനായി ഇടപെട്ട ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ നേരിട്ടുള്ള ഒരു പ്രഹരമായി മാറിയ ദോഹയിലെ ഇസ്രായേൽ ആക്രമണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എത്രമാത്രം സങ്കീർണമാണെന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയുടെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ഈ സൈനിക നടപടി ഒരു മധ്യസ്ഥ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു അതിക്രമം മാത്രമല്ല, മറിച്ച് തന്റെ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തോടും നയതന്ത്രപരമായ നിലപാടുകളോടുമുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഈ ആക്രമണത്തിന് ശേഷം ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി നടത്തിയ പ്രതികരണം മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. CNN ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ ആക്രമണത്തെ രാഷ്ട്രഭീകരത എന്ന് വിശേഷിപ്പിച്ചത് സാധാരണ നയതന്ത്ര ഭാഷയിൽ നിന്ന് മാറി അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ് ലോകത്തിന് നൽകുന്നത്. ഈ പ്രസ്താവനയിലൂടെ ഖത്തർ തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം സ്വീകരിക്കുന്നുവെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും ലംഘിക്കുന്ന ഒന്നാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഖത്തർ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നീക്കമാണ് നടത്തുന്നത്. ഈ ഉച്ചകോടിയിലൂടെ ഇസ്രായേലിന്റെ ആക്രമണത്തോട് എപ്രകാരം പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് ഒരു കൂട്ടായ തീരുമാനമെടുക്കുക എന്നതാണ് ഖത്തറിന്റെ പ്രധാന ലക്ഷ്യം. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഫലസ്തീൻ വിഷയത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ദോഹയിൽ നടന്ന ആക്രമണം അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഒരു വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഒരു ഏകീകൃത നിലപാട് രൂപീകരിക്കാൻ ഈ ഉച്ചകോടി സഹായകമായേക്കാം. ഇതൊരു പക്ഷേ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ നയതന്ത്ര നീക്കങ്ങളിലേക്കോ അതുമല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങളിലേക്കോ നയിച്ചേക്കാം. CNN മാധ്യമപ്രവർത്തകനായ ബെക്കിയുമായുള്ള അഭിമുഖത്തിൽ ഖത്തർ പ്രധാനമന്ത്രി തന്റെ ശക്തമായ രോഷം പ്രകടിപ്പിക്കുക മാത്രമല്ല, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികൾ ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ളവരുടെ മോചനത്തിനുള്ള എല്ലാ പ്രതീക്ഷകൾ തകർത്തുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമില്ലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആക്രമണം. കൂടാതെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഇസ്രായേലി നേതാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിലൂടെ ഖത്തർ ഈ വിഷയത്തെ കേവലം ഒരു പ്രാദേശിക സംഘർഷമായി കാണാതെ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വിഷയമായി ഉയർത്താനും ശ്രമിക്കുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമൂഹം ചെലുത്തുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ വർഷം ജൂണിൽ ഖത്തറിലെ ഏറ്റവും വലിയ US സൈനിക കേന്ദ്രമായ അൽ ഉദൈദ് സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഖത്തർ എന്ന കാര്യമായ ഒരു തിരിച്ചടിക്ക് മുതിർന്നിരുന്നില്ല. ടെഹ്റാൻ ഈ ആക്രമണത്തെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് വിശേഷിപ്പിച്ചിരുന്നത്. അന്ന് ഖത്തർ ശക്തമായ ഒരു അപലപനം നടത്തുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ ഖത്തർ വളരെ ഗൗരവത്തോടെ കാണുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഇറാന്റെ ആക്രമണം അമേരിക്കയെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. അത് ഖത്തറിന്റെ മണ്ണിൽ വെച്ച് നടന്നുവെന്ന് മാത്രം. എന്നാൽ ഇസ്രായേലിന്റെ ഈ ആക്രമണം ഖത്തറിന്റെ മധ്യസ്ഥ ദൗത്യത്തെയും പരമാധികാരത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ഇത് ഖത്തറിന്റെ നയതന്ത്രപരമായ നിലനിൽപ്പിനെ തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഇതിനോടകം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകളെ ഖത്തർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇത് ദോഹയിലെ ഭീരുത്വപരമായ ആക്രമണത്തെ ന്യായീകരിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമമായിട്ടാണ് ഖത്തർ വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെയും US-ന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് ഹമാസ് ഓഫീസ് ദോഹയിൽ പ്രവർത്തിക്കുന്നത് എന്ന വസ്തുത ചൂണ്ടിക്കാട്ടി ചർച്ചകൾ സുതാര്യവും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെയാണെന്നും ഖത്തർ വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്നും അദ്ദേഹം ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടുവെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. ഈ പ്രതികരണങ്ങൾ വെറും നയതന്ത്രപരമായ പ്രതിഷേധങ്ങൾക്കപ്പുറം ഖത്തറിന്റെ ആത്മാഭിമാനത്തെയും ദേശീയ സുരക്ഷയെയും സംബന്ധിച്ച ഒരു വിഷയമായി ഇതിനെ മാറ്റിയെടുത്തു.
ഹമാസ് നേതാക്കളുമായി ചർച്ചകൾ നടത്താൻ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കാനിരുന്ന അടുത്ത യോഗത്തിൽ ഹമാസിന്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഖത്തർ. എന്നാൽ സമാധാന ചർച്ചകളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേലിന്റെ ഈ നടപടി സമാധാനപരമായ ഒരു പരിഹാരത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്നു. സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥ രാഷ്ട്രത്തെ ആക്രമിക്കുന്നത് എല്ലാ നയതന്ത്ര മര്യാദകളെയും ലംഘിക്കുന്ന ഒന്നാണ്. ഇത് സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന മറ്റേതൊരു രാജ്യത്തിനും ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഖത്തറിന്റെ ഈ അതിശക്തമായ പ്രതികരണം മേഖലയിലെ രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുന്നു. ഇറാനുമായും തുർക്കിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഖത്തറിന്റെ നിലപാടുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഈ ആക്രമണത്തിന് മറുപടിയായി ഖത്തർ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട്. ഇതൊരു പക്ഷേ ഇസ്രായേലിനെതിരെയുള്ള ഒരു പുതിയ പ്രാദേശിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയേക്കാം. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഖത്തർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ അമേരിക്കയെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു വശത്ത് തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക താവളത്തിലൊന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യവും മറുവശത്ത് ഇസ്രായേലും. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്ക് ഒരു സന്തുലിത നിലപാട് സ്വീകരിക്കേണ്ടതും നിർണായകമായ കാര്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഉടമ്പടികൾക്കും ഒരു വിലയുമില്ലെന്ന തരത്തിലുള്ള ഇസ്രായേലിന്റെ ഈ സമീപനം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമെന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വളരെ പ്രസക്തമാണ്. യുദ്ധക്കുറ്റങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ ലംഘിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ ഖത്തറിന് പിന്തുണ നൽകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഈ ഇസ്രായേൽ ആക്രമണം കേവലം ഒരു സൈനിക നടപടിയായി ചുരുക്കാനാവില്ല. അത് ഖത്തറിന്റെ പരമാധികാരത്തിനും മധ്യസ്ഥ ദൗത്യത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ ആക്രമണം സമാധാനപരമായ ഒരു പരിഹാരത്തിന് ഇസ്രായേലിന് ആത്മാർത്ഥതയില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു. ഖത്തറിന്റെ ശക്തമായ പ്രതികരണവും അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ചേർത്ത നീക്കവും മേഖലയിൽ ഇസ്രായേലിനെതിരെ ഒരു ഏകീകൃത നിലപാട് രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഈ മേഖലയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നതിലും സംശയമില്ല.